നമസ്കാരം, മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാളത്തിലും തെന്നിന്ത്യയിലുമായി നിരവധി ആരാധകരെ സ്വന്തമാക്കിയ ഗായികയാണ് വൈക്കം വിജയലക്ഷ്മി. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും വിജയലക്ഷ്മിയുടെ ഗാനങ്ങൾ നെഞ്ചിലേറ്റുന്നുണ്ട്. രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ലെങ്കിലും സംഗീതം പഠിച്ച് പിന്നണി ഗായികയെ മാറിയ വൈക്കം വിജയലക്ഷ്മിയുടെ കഥ എല്ലാവർക്കും പരിചിതമാണ്. മലയാളം സിനിമയിലെ പല ഹിറ്റ് ഗാനങ്ങളും പാടിക്കൊണ്ട് സജീവമായി നിറഞ്ഞു നിൽക്കുകയാണ് ഗായിക ഇപ്പോൾ. വിജയലക്ഷ്മിയുടെ ജീവിതത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ വലിയ വാർത്തയായിരുന്നു. ആദ്യം വിവാഹ നിശ്ചയമെങ്കിലും ആ ബന്ധം മുന്നോട്ട് പോയില്ല. പിന്നീട് വിവാഹിതയാണെങ്കിലും ആ ബന്ധം അധികമാവും മുൻപ് തന്നെ വേർപിരിഞ്ഞു. മഹിളാരത്ന മാഗസിന് നൽകിയൊരു അഭിമുഖത്തിനിടെ വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും പറയുകയാണ് വിജയലക്ഷ്മി. ജീവിതത്തിന്റെ യാത്രയിൽ എന്നോടൊപ്പം വന്നു ചേർന്ന വ്യക്തി എന്നെ മനസ്സിലാക്കില്ല എന്നൊരു വിഷമം എന്നുണ്ട് മനസ്സിൽ. നമ്മുടെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇരിക്കുക, അച്ഛനെയും അമ്മയും എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുക, ബന്ധുക്കളുടെ സാമീപ്യം ഇല്ലാതാക്കുക തുടങ്ങിയ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചത്. അത് എന്നെക്കൊണ്ട് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നത് ആയിരുന്നില്ല. സഹികെട്ടതോടെയാണ് ഞാൻ വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാകാറുണ്ട്. എൻ്റെ ജീവിതം എൻ്റെ തീരുമാനമാണ്, ആലോചിച്ച് തീരുമാനിക്കാനാണ് എല്ലാവരും പറഞ്ഞത്. അച്ഛനും അമ്മയും പറഞ്ഞിട്ടാണ് ഞാൻ മാറിയത് എന്ന ധാരണ എല്ലാവർക്കുമുണ്ട്. എന്നാൽ അങ്ങനെയല്ല എന്നാണ് വിജയലക്ഷ്മി പറയുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അച്ഛനും അമ്മയുമാണ്. ഞാനൊരു വലിയ പാട്ടുകാരി ആകണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അച്ഛനും അമ്മയും എപ്പോഴും കൂടെയുള്ളത് എൻ്റെ ഭാഗ്യം തന്നെയാണ്. എന്നെക്കാളും എൻ്റെ കണ്ണിന് ശക്തി കിട്ടണമെന്ന ആഗ്രഹം കൂടുതലുള്ളത് അവർക്കാണ്. എന്റെ കണ്ണുകളിലൂടെ അച്ഛനെയും അമ്മയും കാണുക എന്നത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് വൈക്കം വിജയലക്ഷ്മി പറയുന്നു. സെല്ലുലോയിഡ് എന്ന സിനിമയിൽ കാറ്റേ കാറ്റേ എന്നും തുടങ്ങുന്ന പാട്ട് പാടിക്കൊണ്ടാണ് വിജയലക്ഷ്മി മലയാള സിനിമയിൽ പിന്നണി ഗായികയാവുന്നത്. പിന്നീട് നിരവധി സിനിമകളിൽ പാടാനുള്ള അവസരം ലഭിച്ചു. മലയാളത്തിന് പുറമെ തമിഴിലും കന്നഡയിലും തെലുങ്കിലും സിനിമകളിലും വിജയലക്ഷ്മി പാടിയിരുന്നു. കരിയറിൽ വലിയ ഉയരങ്ങൾ എത്തിയെങ്കിലും ദാമ്പത്യ ജീവിതത്തിലാണ് താരം പരാജയപ്പെട്ടത്. 2016 വിജയലക്ഷ്മിയുടെ വിവാഹ നിശ്ചയം നടന്നിരുന്നു. എന്നാൽ തന്റെ കാഴ്ചപരിമിതിയെ പരിഹസിച്ചതിനെ തുടർന്നും സ്റ്റേജ് പരിപാടികൾ ഉപേക്ഷിക്കേണ്ടി വരുമെന്നുള്ള ആവശ്യത്തെ തുടർന്നും ഇദ്ദേഹവുമായുള്ള ബന്ധം വിജയലക്ഷ്മി ഉപേക്ഷിച്ചു. പിന്നീട് 2018 മിമിക്രി താരം അനുവുമായി വിവാഹിതയാവുന്നത്. എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് 2021 ഗായിക ഈ ബന്ധവും അവസാനിപ്പിച്ചു. ബഹ്റൈനിൽ നിന്നുള്ള സന്തോഷ് എന്ന ആളുമായിട്ടാണ് വിജയലക്ഷ്മിയുടെ വിവാഹ നിശ്ചയം ആദ്യം കഴിഞ്ഞിരുന്നത്. എന്നാൽ സംഗീതത്തിന് തടസ്സമാകുമെന്ന് കരുതി പിന്നീട് ഇതിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു. സോഷ്യൽ മീഡിയ സജീവമാണ് വൈക്കം വിജയലക്ഷ്മി. സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുമുണ്ട്. പാചകം അടക്കമുള്ള വീഡിയോകൾ താരം ഇതിൽ പങ്കുവയ്ക്കാറുണ്ട്. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.